ആരോപണ വിധേയരായവരെ നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഗൗരവതരമായ അന്വേഷണം നടത്താതെ മുഖ്യമന്ത്രി പ്രഹസനം നടത്തുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വി.ഡി. സതീശൻ ഇങ്ങനെ പ്രതികരിച്ചത്. ആരോപണ വിധേയരായ ഉപചാപക സംഘത്തിന്റെ ചൊൽപ്പടിയിലാണ് മുഖ്യമന്ത്രിയെന്ന് വി.ഡി. സതീശൻ തുറന്നടിച്ചു. ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായി ഉയർന്ന സാഹചര്യത്തിൽ ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടത് ഇതിനെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്നാണ്. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി നിങ്ങളെന്ന്? ഈ ആരോപണ വിധേയരായ ആളുകളെ നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊലപാതകം, സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ലഹരിമരുന്ന് മാഫിയയുമായിട്ടുള്ള ബന്ധം, കൊടിയ അഴിമതി, ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപക സംഘത്തിന് നേരെ ഉണ്ടായിട്ടും ആ പ്രധാനപ്പെട്ട ആരോപണ വിധേയരായ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അഡീഷണൽ ADGP ലോ ആൻഡ് ഓർഡറിനെയും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് കേട്ടുകേൾവിയുണ്ടോ എവിടെയെങ്കിലും? DGP ആണ് അന്വേഷണത്തിന്റെ ചുമതല. അന്വേഷണ സംഘത്തിൽ എല്ലാ ജൂനിയർ ഓഫീസേഴ്സാണ്. അഡീഷണൽ DGPയേക്കാൾ താഴ്ന്ന ക്ലാസ്സിലുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. SP-ക്കെതിരായിട്ട് അന്വേഷണം വന്ന SI ആണ് അന്വേഷിക്കുന്നത്. ഇതാണ് ഇതിനകത്ത് കാണുന്നത്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഗൗരവതരമായ ഒരു അന്വേഷണം നടത്താതെ പ്രഹസനം നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. സത്യത്തിൽ ഈ ആരോപണ വിധേയരായ ഈ ഉപജാപക സംഘത്തിന്റെ ചൊൽപ്പടിയിലാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. മുഖ്യമന്ത്രി അവരെ ഭയന്ന് നിൽക്കുകയാണ്. അവരെന്തെങ്കിലും വെളിപ്പെടുത്തുമെന്നുള്ള ആരോപണമാണ്. ഭയമാണ് മുഖ്യമന്ത്രിക്ക്. കാരണം അത്രയും വലിയ ആരോപണം വന്നിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ആ പത്തനംതിട്ട SP-യും MLA-യും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു MLA-യുടെ കാല് പിടിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥൻ. അയാള് കേരളത്തിലെ നിലവിലുള്ള 3 SP-മാരെ കുറിച്ച് അസംബന്ധം പറഞ്ഞു. അയാളുടെ സഹപ്രവർത്തകരായ 3 ജില്ലയിലേക്ക് SP, ADGP-യുടെ ഭാര്യയുടെ സഹോദരന്മാർ പണമുണ്ടാക്കിയാണ്. ADGP കള്ളനാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്, ക്രൂരനാണ് എന്നൊക്കെ ഒരു SP പറഞ്ഞു. ആ SP സർവീസിലിരിക്കുകയാണ് കേരളത്തിൽ. ഇത് എന്തു പോലീസാണ്? ഈ പോലീസിനെ ഇതുപോലെ നാണം കെടുത്തിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ശ്രീ പിണറായി വിജയൻ ഉള്ള കാലത്ത് ആഭ്യന്തര വകുപ്പ് നാണം കെട്ട്, പോലീസ് സേന ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ടിരിക്കുകയാണ്. ഏതെങ്കിലും കാലഘട്ടത്തിൽ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ ആരോപണം, കൊലപാതകവും സ്വർണ്ണക്കള്ളക്കടത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആദ്യം തന്നെ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം വന്നതാണ്. അതിന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അമിതാധികാരങ്ങൾ ഇതുപോലെ ഉണ്ടായിരുന്ന ശിവശങ്കർ ജയിലിൽ പോയി, സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇല്ലേ, ജയിലിൽ പോയി. ഇപ്പൊ വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സ്വർണത്തോട് എന്താണ് ഇത്ര ഭ്രമം? എന്ത് ഭ്രമമാണ് സ്വർണത്തിനോട്? എയർപോർട്ടിൽ കസ്റ്റംസിന്റെ ഏരിയയിൽ നിന്ന് സ്വർണം പിടിച്ചിട്ട് ഒരു കേന്ദ്രത്തിൽ പോയി ആ സ്വർണം അടിച്ചു മാറ്റി അതിൽ നിന്ന് കുറച്ച് സ്വർണം മാത്രം കാണിച്ച് അതിന്മേൽ കേസെടുക്കുന്നു. എന്തൊരു ആരോപണമാണ്! SP-യുടെ നേതൃത്വത്തിൽ, അത് ADGP-യുടെ അറിവോടുകൂടി, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പിന്തുണയോടുകൂടി സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് പിന്തുണ കൊടുക്കുന്നു, ഗുണ്ടാ സംഘങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നു. ഗുരുതരമായ ആരോപണമല്ലോ ഉയർന്നിരിക്കുന്നത്. ഇനി ഞാൻ ചോദിച്ചു ഇന്നലെ, ഈ ഭരണകക്ഷി MLA ഉന്നയിക്കുന്ന ആരോപണങ്ങളെ തെറ്റാണെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കണ്ടേ? അപ്പൊ അയാൾ ഉന്നയിക്കുന്ന ആരോപണം ശരിയാണെന്നല്ലേ അതിന്റെ അർത്ഥം? അയാൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഈ ആരോപണ വിധേയരെ നിലനിർത്തിക്കൊണ്ടാണോ അന്വേഷണം നടത്തുന്നത്? ആരെയാണ് കളിപ്പിക്കുന്നത്? ആരെയാണ് കളിപ്പിക്കുന്നത്? ജനങ്ങളെ പരിഹസിക്കുകയാണ്, ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. CPM അതിന്റെ എല്ലാ കാലത്തേക്കും ഏറ്റവും വലിയ ജീർണതയിലേക്ക് ജീർണതയിലേക്ക്, ബംഗാളിൽ അവസാന കാലത്തുണ്ടായ ദുരന്തത്തിലേക്കാണ് കേരളത്തിലെ CPM സംഭവിക്കാൻ പോകുന്നത്. ദുരന്തമാണ് കേരളത്തിലെ CPM-നെ കാത്തിരിക്കുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ പാർട്ടിയെ കേരളത്തിൽ കുഴിച്ചു മൂടുകയാണ് യഥാർത്ഥത്തിൽ. ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല.
അതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. CPM ബംഗാളിലെ പോലെ കേരളത്തിൽ തകർന്നു പോകുന്നത് ഇഷ്ടപ്പെടുന്നവരല്ല ഞങ്ങൾ. ഇഷ്ടപ്പെടുക ഇപ്പൊ എന്താ സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്, ഈ അന്വേഷണ റിപ്പോർട്ട് എവിടെ? തൃശ്ശൂർ പൂര കലക്കി. ഞങ്ങളത് പറഞ്ഞില്ലേ? തൃശ്ശൂർ പൂര കലക്കിയതാണ് പോലീസ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി BJPയെ സഹായിക്കാൻ തൃശ്ശൂർ പൂരം കലക്കി ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി BJPയെ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ചെയ്ത ഗൂഢാലോചനയാണ്. ഒരു നടപടിയെടുത്തില്ലല്ലോ അതിനകത്ത്. രാവിലെ മുതൽ പിറ്റേ ദിവസം വെളുപ്പിന് വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടിയെന്നാ പറയണത്. ഈ കമ്മീഷണർ അഴിഞ്ഞാടിയ ആ ജില്ലയിൽ 2 മന്ത്രിമാരുണ്ടായിരുന്നു. അവര് ചോദ്യം ചെയ്തോ? ഈ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം ഉറങ്ങിക്കിടക്കുമല്ലോ. രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടുന്നു കേട്ടിട്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോ DGPയോ ADGP ലോ ആൻഡ് ഓർഡർ ആരും അനങ്ങിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയല്ലേ? ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ഈ നവകേരള സദസ്സിന് ബദലായി ഞങ്ങൾ വിചാരണ സദസ്സ് നടത്തി. അന്ന് UDFന്റെ മുദ്രാവാക്യം സർക്കാരല്ല ഇത് കൊള്ളക്കാരെന്നായിരുന്നു. ആ ആരോപണം അടിവരയിടുകയാണിപ്പോ. സർക്കാരല്ല ഇത് കൊള്ളക്കാരാണ്. സ്വർണം കൊള്ള നടത്തുന്ന, കൊലപാതകം നടത്തുന്ന, ലഹരി മരുന്ന് മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന അഴിമതിക്കാരുടെ കൂടാരമാണ്. എല്ലാത്തിന്റെയും കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. എല്ലാ അഴിമതിയുടെയും എല്ലാ വൃത്തികേടുകളുടെയും പ്രഭവ കേന്ദ്രം, എപ്പിക് സെന്റർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെയാണ്, അദ്ദേഹത്തിന്റെ കണ്ണിന് താഴെയാണ് ഈ എല്ലാ വൃത്തികേടുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. ഞാൻ പറയുന്നത് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ട് ആ SP എന്തെല്ലാമാണ് പറഞ്ഞത് ഫോണിൽ കൂടി. ADGP ഒരു SP, അയാൾ തൃശ്ശൂരിലെയും പാലക്കാടെയും മലപ്പുറത്തെ SP-മാരെ കുറിച്ച് എത്ര മോശമായിട്ടാണ് പറഞ്ഞത്. ഇതാണോ പോലീസ്? പോലീസ് ഒരു ഫോഴ്സാണ്, ഒരു ഹൈറാർക്കിയാണ്. ഒരു SP റാങ്കിലുള്ള ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തെ ADGPയെ കുറിച്ച് ഇങ്ങനെ പറയാണ്. സഹപ്രവർത്തകരായ സീനിയർ ആയിട്ടുള്ള, അയാളേക്കാൾ പോലീസിൽ സീനിയർ ആയിട്ടുള്ള ആളല്ലേ മലപ്പുറം SP ഒക്കെ. അവരെ കുറിച്ചൊക്കെ എന്ത് അസംബന്ധമാണ് പറഞ്ഞത്. എന്നിട്ട് അയാൾ സർവീസിലേക്കാണ്. ഇതെന്ത് ഫോഴ്സാണ്? ഇത് നിങ്ങൾ ആലോചിച്ചേ. എങ്ങനെയെങ്കിലും കേരളത്തിലെ പോലീസ് അതിന്റെ ചരിത്രത്തിൽ ഇതുപോലെ നാണം കെട്ടിട്ടുണ്ടോ? ഇതുപോലെ നാണം കെട്ടുന്നുണ്ട്. ഞാൻ സാധാരണ തലയിൽ മുണ്ടിട്ട് നടക്കാന്ന്. ഇത് ഒരു പുതപ്പിടിക്കണം മൊത്തം തലയില്. സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസ് എന്ന് പറഞ്ഞിരുന്ന അതിനെ തകർത്ത് തരിപ്പണമാക്കി. ഇപ്പൊ കേരളത്തിലെ പ്രതിപക്ഷമല്ലേ പറഞ്ഞിരുന്നത് ഇത് ഇവരുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന്. ഇപ്പൊ ശരിയായില്ലേ? ഞങ്ങൾ പറഞ്ഞതല്ലേ ശരിയായില്ലേ? ഭരണഘടനാ വിരുദ്ധമായി പെരുമാറുന്ന ശക്തികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടെന്നാണ് അഫിഡവിറ്റ് പറഞ്ഞിരുന്നത്. പിന്നീട് ആളെ കൊണ്ട് പേടിപ്പിച്ച് അഫിഡവിറ്റ് പിൻവലിപ്പിച്ചു. പക്ഷെ അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു. ഞങ്ങൾ ആദ്യത്തെ ദിവസം പറഞ്ഞു, ഈ സംഭവം ഉണ്ടായതിന്റെ ആദ്യത്തെ ദിവസം സീനിയർ ആയിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടന അതീതമായി പ്രവർത്തിക്കുന്ന ശക്തികളുണ്ടെന്ന്. മനസ്സിലായില്ലേ? പിന്നെ പിൻവലിച്ചു. പിന്നെ പേടിപ്പിച്ച് സർവീസിരിക്കുന്ന ആളല്ല, പേടിപ്പിച്ച് പിൻവലിപ്പിച്ചു. ഇതാണ് കേരളത്തിലെ സ്ഥിതി. ഇത്രയും ദയനീയമായൊരു സാഹചര്യം കേരളത്തിൽ ഏത് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഗതികേട്? EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിമാരുണ്ട്. ആരുടെയെങ്കിലും ഓഫീസിൽ ഇതുപോലെ ഉണ്ടായി? ആദ്യത്തെ ഒരുത്തൻ 100 ദിവസം ജയിലിൽ പോയി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ. വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണ്. സ്വർണം പൊട്ടിക്കല്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അവിടെ നിന്നാണ്. ലഹരി മരുന്ന് മാഫിയയ്ക്ക് നേതൃത്വം. നാട്ടിലെ എല്ലാ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിനും എല്ലാ ഷെയ്ഡി ഏർപ്പാടിനും കൊട പിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്.